ഇവളെ ഇവിടുന്ന് ഓടിച്ചു വിടാൻ വേണ്ടിയിട്ട് ഈ വെയിറ്റർ ഇവളുടെ അടുത്ത് വന്നിട്ട് സോറി നിങ്ങളിരിക്കുന്ന ടേബിൾ റിസർവ്ഡ് ആണെന്ന് പറയും. അപ്പോൾ ഇവൾ അത് കുഴപ്പമില്ല, ഞാൻ വേറെ ടേബിളിലേക്ക് ഇരുന്നോളാന്ന് പറയാണ്. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എല്ലാ ടേബിളും റിസർവ്ഡ് ആണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം ആ വെയിറ്റേഴ്സ് ആണെങ്കിൽ ദാ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് ഇരുന്നോ എന്ന് പറയാണ്. അങ്ങനെ ഇവളുടെ കുട്ടിയും കൊണ്ട് അവിടെ പോയിരിക്കുകയാണ്. ഇതേ സമയം ആ വെയിറ്റർ അടുത്ത പണി തുടങ്ങാൻ. ഇവനാണെങ്കിൽ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കിന്റെ വോളിയം കൂട്ടാണ്. ഈ ശബ്ദം കേട്ട് ഇവളുടെ കുട്ടി കരയാണ്. ഇവളെ ശബ്ദം കുറക്കാൻ പറയുന്നുണ്ടെങ്കിലും ഇവനാണെന്നുണ്ടെങ്കിൽ അത് പഴയ ഉപകരണമാണ്, അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് വർക്ക് ചെയ്യുള്ളൂ എന്നൊക്കെ പറയാം. അങ്ങനെ ഇവൾ എന്ത് ചെയ്യുന്നത്, ഇവളുടെ കുട്ടിക്ക് ഒരു ഹെഡ്ഫോൺ വെച്ച് കൊടുക്കുകയാണ്. കുട്ടി കരച്ചിൽ നിർത്താണ്. അങ്ങനെ ഇവന്റെ രണ്ടാമത്തെ പണിയും നൈസായിട്ട് പാടാണ്. ഇത് കണ്ട് മറ്റേ പെണ്ണാണെങ്കിൽ നിങ്ങൾക്ക് 3 ഇരട്ടി പണം തരാം, എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറയാം. അങ്ങനെ ഇവൻ ആ സ്ത്രീയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഞാൻ VIP റൂം തരാം, അതാകുമ്പോൾ നിങ്ങൾക്ക് ആരുടെയും ശല്യമില്ലാതെ കുട്ടിക്ക് മുലയൂട്ടാന്ന് പറയാണ്. അങ്ങനെ ഇവളും ഇത് സമ്മതിച്ചു. ഇവന്റെ ഒപ്പം പോകാൻ നിൽക്കുകയാണ്. ഇതേ സമയം ആ വെയിട്രസ് വന്നിട്ട് അല്ല നീ ഇവരെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവള് പേടിക്കാനൊന്നുമില്ല, ഇവൻ എനിക്ക് VIP റൂം തരാമെന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇവള് VIP റൂമോ, ഇവൻ എന്നെ പറ്റിക്കാണ്, അങ്ങനെ റൂമേ ഇവിടെ ഇല്ലാന്ന് പറയാണ്. ശബ്ദം കേട്ട് അവിടേക്ക് റെസ്റ്റോറൻറ്റ് ഓണറും വരാണ്. ഇവിടെയാണ് ട്വിസ്റ്റ്, ഇവൾ ഈ റെസ്റ്റോറൻറ്റ് ഓണറുടെ സഹോദരിയായിരിക്കും. ഈ വെയിറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ഓണറോട് പറയും. തെരഞ്ഞ ഓണറാണെങ്കിൽ ഈ വെയിറ്ററെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാണ്. അതിൻ്റെ ഒപ്പം തന്നെ മറ്റവളോടും ആ ഒരു റെസ്റ്റോറൻറ്റ് ഇറങ്ങിപ്പോകാൻ പറയണം.